നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂ 22 മെയ്യിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂ പ്രകാരം ഇന്ന് നമ്മൾ തന്നേക്കുന്നത് നിങ്ങൾ വ്യക്തമായി കണ്ടല്ലോ. 22,813 നിഫ്റ്റി വരുന്നു. നിഫ്റ്റി എഫ് എ തന്നു, ഫെയിൽഡ് ഓപ്ഷൻ നിഫ്റ്റി തന്നു. ഇന്ന് ഫെയിൽഡ് ഓപ്ഷൻ നിഫ്റ്റി ഹൈയിൽ തന്നു. അതിനർത്ഥം ട്രെൻഡ് ചേഞ്ച് ആയെന്നർത്ഥം. സോ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൽ ഇന്നലെ പറഞ്ഞ പോലെ നിഫ്റ്റി ഇന്നലത്തെ പി ഒ സിയുടെ ഭാഗത്ത് വരെ പോയി അതിനു മുമ്പേ തന്നെ റിവേഴ്സ് ചെയ്തു. 22,920 എന്ന് പറഞ്ഞാൽ സ്പൈക്കിൻ്റെ ലോയുടെ അവിടെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ നല്ലൊരു വീക്ക് ക്ലോസ് ആണ്. നിഫ്റ്റി മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ക്ലോസ് ആണ്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇന്നലത്തെ ബി വാപ്പിൻ്റെ ഭാഗം വരെ പോയി അവിടെ നിന്ന് റിജക്ഷൻ ചെയ്തു 361 താഴെ ഇറങ്ങി. ഏകദേശം പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി 49,119 എന്ന് പറഞ്ഞാൽ ആ സപ്പോർട്ട് സോണിന് തൊട്ട് മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. സോ ബാങ്ക് നിഫ്റ്റി ഒരു ബ്രിമ്മ് ഒരു ബാലൻസ് ഡേയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഇന്ന് പ്യുവർലി ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. ഫെയിൽഡ് ഓപ്ഷൻ വന്നു. നിഫ്റ്റി ഇന്ന് 22,038 ഭാഗത്ത് ഇന്നത്തെ ഹൈയിലവിടെ നിഫ്റ്റിയിൽ ഫെയിൽഡ് ഓപ്ഷൻ വന്നിരിക്കുകയാണ്. സോ ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരം നിഫ്റ്റിയുടെ ട്രെൻഡ് താഴോട്ടാണ്. മാർക്കറ്റ് വീക്കാണ്. അപ്പോൾ വീക്ക് സ്ട്രക്ചറാണ് നിഫ്റ്റി ഉള്ളത്. ബാങ്ക് നിഫ്റ്റിയും അതേപോലെ വീക്ക് സ്ട്രക്ചറാണ് ഉള്ളത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ ലോ ആയ 49,050 എന്ന് പറയുന്നത് ഒരു എഫ് എ പോയിൻ്റാണ്. അത് നെഗേറ്റ് ചെയ്യണമെങ്കിൽ നല്ല അതിഭീകരമായിട്ട് അവ അടിക്കാനുള്ള ചാൻസും ഉണ്ട്. സോ നമുക്ക് ഏതിലേക്ക് പോവാം? മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് കടക്കാം. സോ നമ്മുടെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചർ പ്രകാരം നിഫ്റ്റി ഇന്ന് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. നിഫ്റ്റി കൃത്യമായി പറയണം, നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. നിഫ്റ്റി ഇന്ന് 2 ടിക്ക് എ പീരീഡ് IB എക്സ്റ്റൻഷന് മുകളിൽ പോയിട്ട് സി പീരീഡിൽ വന്ന് തിരിച്ച് അപ്പം തന്നെ റിവേഴ്സ് ചെയ്ത് താഴേക്ക് ഇറങ്ങിയാണ്. ഏകദേശം പറയുകയാണെങ്കിൽ 22,925 ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ബി വാപ്പ് വന്നേക്കുന്നത് 22,975 ബി ഒ സി വന്നേക്കുന്നത് 22,968 ആണ്. അപ്പോൾ ഈ 976 എന്ന് പറഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയതുകൊണ്ടും ഈ 900 ചെറിയൊരു ടാർഗറ്റ് ആണെങ്കിൽ എന്നിരുന്നാൽ കൂടി നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് എഫ് എ ടാർഗറ്റായ 22,813 ആണ് എഫ് എ ടാർഗറ്റ്. അതിനു മുമ്പേ നിഫ്റ്റിയിൽ ഈ 22,863 എന്ന് പറഞ്ഞാൽ ഈ ഒരു 864 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി സപ്പോർട്ടാണ്. അതിന് താഴെ നമ്മുടെ എഫ് എ ടാർഗറ്റായ 813 അഥവാ 821 എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് നിഫ്റ്റി വന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിഫ്റ്റി വീക്ക് ക്ലോസിംഗ് ആണ്. ഇനി മുകളിലോട്ടാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 22,975 മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രം നിഫ്റ്റി എവിടെയൊക്കെ വരെ പോകാം? 23,021 ഈ അതിന് മുകളിൽ 23,038. ഈ 23,038 മുകളിൽ മാത്രമേ നിഫ്റ്റിയിലൊരു റിവേഴ്സൽ വരാൻ പറ്റുള്ളൂ. 20,038 മുകളിലാവും 23,140 അതിന് മുകളിൽ 23,264 വരാനുള്ള നെഗറ്റീവ് എഫ് ഐ ടാർഗറ്റിന് വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് കൂടുതലാണ്. നിഫ്റ്റി ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നിഫ്റ്റി വീക്ക് ക്ലോസിംഗ് ആണ്. ഈ ഇന്നലെ കഴിഞ്ഞ വ്യാഴാഴ്ച ട്രെൻഡ് ഡേ പി ഒ സി ആയ 864 നമ്മളെ എഫ് ഐ ടാർഗറ്റായ 813 തരാനുള്ള ചാൻസ് വളരെയധികം നിഫ്റ്റിയിൽ കൂടുതലാണ്. സോ ബേറിഷ് ക്ലോസിംഗ് ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. അപ്പോൾ നമുക്ക് ആ ലെവലൊക്കെ ഒന്ന് ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ലെവലിലേക്ക് പോവാം. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ന്യൂട്രൽ എക്സ്ട്രീം വീക്ക് ക്ലോസ് ആണ്. വീക്ക് ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായി അറിയാമല്ലോ, ഈ ലെവൽ നമ്മൾ കൃത്യമായി ചാർട്ടിൽ വരച്ച് വയ്ക്കണം. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ പി ഒ ഈ 984 എന്ന് പറഞ്ഞ് നമ്മളതിനെ മാറ്റി 968 എന്ന് പറഞ്ഞാൽ നമ്മുടെ അതാണ് നമ്മുടെ വി വാപ്പ് അഥവാ പി ഒ സി എന്ന് പറഞ്ഞ ഭാഗം. അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ഈ ലെവൽ അതായത് 968 എന്ന പി ഒ സി വെച്ചു. ഈ 9025 ഇപ്പോഴും സപ്പോർട്ടാണ്. അതിന് താഴെ 864 എന്ന സപ്പോർട്ടും ഈ 822 ഞാൻ ഒന്ന് മാറ്റി 813 എന്ന് പറഞ്ഞ ലെവലിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. 813 എന്ന് പറഞ്ഞ ലെവലിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. അതെന്താണ്? നമ്മുടെ എഫ് എയുടെ ടാർഗറ്റാണ്. അപ്പോൾ അതിന് ഞാൻ വേറൊരു കളറിൽ കൊടുക്കാം. എഫ് എ ടാർഗറ്റ് ഞാൻ ടൈപ്പ് ചെയ്തേക്കാം, എഫ് എ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിന് താഴെ നമ്മൾ ഈ പറഞ്ഞ ലെവലും ഇനി ഇന്നത്തെ ബൈക്ക് മുകളിൽ മാത്രമേ നമ്മൾ ഇനി ചിന്തിക്കാം. 23,048 മുകളിൽ 38 മുകളിൽ മാത്രമേ അത്ര ബൈ ഉള്ളൂ. അതിന് മുകളിൽ 68 ചെറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ 144 അതിന് മുകളിൽ 263 എന്ന് പറഞ്ഞ ആ ലെവലാണ് അടുത്ത ഉള്ളത്. അപ്പോൾ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി അടുത്ത് നോക്കണത് ഈ 177 ഡിലീറ്റ് കളയുക, 263 വയ്ക്കുക. ഇത് നെഗേറ്റഡ് ടാർഗറ്റാണ്. ഇത് നെഗേറ്റഡ് ഇപ്പോൾ ഈ എഫ് എ ഇന്ന് തന്ന എഫ് എ ടാർഗറ്റ് തരാതെ തിരിച്ച് മുകളിലോട്ട് കയറി വരികയാണെങ്കിൽ അതാണ് ഈ നെഗേറ്റഡ് ടാർഗറ്റ് എന്ന് പറയുന്നത്. നെഗേറ്റ് ചെയ്ത എഫ് എയുടെ ടാർഗറ്റ്. സോ അതും നമ്മളതും വെച്ചു. ഓക്കെ, സോ നമ്മളെ സംബന്ധിച്ച് രണ്ട് തരത്തിലുണ്ട്. എന്താണ് നിഫ്റ്റി ഇന്നത്തെ ഹൈ ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് മുകളിൽ മാത്രമേ ബൈ എടുക്കാൻ പറ്റുള്ളൂ.
പിന്നെ ഓർക്കുക 968 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വി വാപ്പും പി ഒ സി ആ ഭാഗം വന്ന് 968 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഷോർട്ട് കവറിങ് വരാം. ഇല്ല എങ്കിൽ 925 ചെറിയൊരു സപ്പോർട്ടുണ്ട്. 920 ഇന്നലത്തെ സ്പൈക്കിന് ലോ ചെറിയൊരു സപ്പോർട്ടാണ്. നാളെ ഇതിന് താഴെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സ്ട്രേറ്റ് 863 അതിന് താഴെ 813 എന്ന FA ടാർഗറ്റും വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് ഏതിലേക്ക് പോവാം? ബാങ്ക് നിഫ്റ്റി ലെവലിലേക്ക് പോവാം. ബാങ്ക് നിഫ്റ്റി ഒന്നും പറയല്ല. ബാങ്ക് നിഫ്റ്റി പ്യുവർലി ഒരു ബാലൻസ് ആയിരുന്നു. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ബാങ്ക് നിഫ്റ്റി പ്യുവർലി ഒരു ബാലൻസ് ആയിരുന്നു. വീക്ക് ക്ലോസിംഗ് ആണ് ആശാൻ. എന്നിരുന്നാൽ കൂടെ ഇന്നത്തെ വി വാപ്പ് വന്നേക്കണം, വി ഒ സി വന്നേക്കണം 49,310 286 310 എന്ന വി ഒ സി ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഈ 49,310 താഴെ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റി ഏതിലേക്ക് പോവാം? ഈ 48,966 അതിന് താഴെ ഈ 48,820 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ 48,820 താഴെ വരികയാണെങ്കിൽ അവനെ സംബന്ധിച്ച് 48,780 അതിന് താഴെ നമ്മുടെ മെനങ്ങാന്നത്തെ പി ഒ സി ആയ ട്രെൻഡ് ഡേയുടെ ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി ആയ 48,695 വരാം. ഈ 695 താഴെ മാത്രമേ നമുക്ക് ഡൗൺവേർഡ് വരാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. ഇനി നമുക്ക് മുകളിലോട്ടാണെങ്കിൽ ഇന്നത്തെ പി ഒ സി 49,310 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം എവിടം വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്? ഇന്ന് ഈ 49,552 അല്ല 440 അതിന് മുകളിൽ 552 അതിന് മുകളിൽ ഇന്നലത്തെ പി ഒ സി ആയി 680 ടെസ്റ്റ് ചെയ്യാം. ഈ 49,681 മുകളിൽ മാത്രമേ ഇനിയൊരു ബൈയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. സോ ആ ലെവലും 680 മുകളിൽ 880 എന്ന് പറഞ്ഞാൽ ആ ലെവലും വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മളെ ബാങ്ക് നിഫ്റ്റി പ്യുവർലി നോർമൽ വേരിയേഷൻ ഡൗൺ ആണ്. എങ്കിൽ കൂടി ടാർഗറ്റ് തന്നിട്ടില്ല. സോ ഇറ്റ്സ് എ നോർമൽ വേരിയേഷൻ ഡൗൺ ആണ്. ഒരു ടാർഗറ്റ് തരാത്തൊരു വേരിയേഷൻ ഡൗൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നാളെ നല്ലൊരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയിൽ കൂടുതലാണ്. അപ്പോൾ സോ നമ്മളെ ബാങ്ക് നിഫ്റ്റിയിലെ ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. സോ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഈ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലെ ലെവൽ പ്രകാരം ആശാൻ ഒരു വലിയ മാറ്റമൊന്നുമില്ല. ഇന്നത്തെ പി ഒ സി ഒന്ന് ജസ്റ്റ് മുകളിലോട്ട് കൊണ്ടുപോയി. ഇന്നത്തെ പി ഒ സി എത്രയാണ്? 310 ആ 310 ഞാനൊന്ന് പി ഒ സിയെ കൊണ്ടുവച്ചു. ഓക്കെ, ഇന്നത്തെ പി ഒ സി ഒന്ന് 310 അതിന് മുകളിൽ നിൽക്കുമ്പോൾ 469 ഇന്നലത്തെ വി വാപ്പ് വരാം. അതിന് മുകളിൽ ഇന്നലത്തെ വി വാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുന്ന സമയത്ത് മെനങ്ങാന്നത്തെ പി ഒ സി ആയ ഇന്നലത്തെ പി ഒ സി ആയ 680 അതിന് മുകളിൽ നിൽക്കുമ്പോൾ 880 അതിന് മുകളിൽ നിൽക്കുമ്പോൾ ഈ 850 വരാം. ഇനി താഴോട്ടാണെങ്കിൽ ഈ 112 സപ്പോർട്ടാണ്. അതിന് താഴെ നമുക്ക് മെനങ്ങാന്നത്തെ പി ഒ സി ആയ എത്രയാണ്? നമ്മളെ മെനങ്ങാന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി ആണ്. അതായത് എത്ര ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി ആയ ഇന്നലത്തെ കഴിഞ്ഞു. മെനങ്ങാന്നത്തെ പി ഒ സി എത്രയാണ്? 910 എന്ന് പറഞ്ഞാൽ പി ഒ സിയിലേക്ക് വരാം. 910 സോ നമ്മൾ ആ പി ഒ സി ഒന്ന് ഞാൻ മാർക്ക് ചെയ്യട്ടെ. ഇപ്പോൾ 910 നമ്മുടെ പി ഒ സി. അതിനൊന്ന് ഞാൻ മാർക്ക് ചെയ്യും 910. ഓക്കെ, അതിന് താഴെ 780. ഓക്കെ, അതിന് താഴെ 695. ഇത്രയും വരാനുള്ള ചാൻസാണ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മുടെ നാളത്തെ ഒരു ലെവല്. ഇപ്പോൾ ഇതിനകത്ത് നിൽക്കും. നാളെ നിഫ്റ്റിയിൽ വീക്ക് ക്ലോസിംഗ് ആണ്. ന്യൂട്രൽ എസ്റ്റിയും ഡൗണും, ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ ഡൗണുമാണ്. നിഫ്റ്റിയിലാണ് നമുക്ക് FA വന്നേക്കണം. FA പ്രകാരം എന്താണ് ട്രെൻഡ് ചേഞ്ച് ഉണ്ട്. നിഫ്റ്റി ഗോയിങ് ടു ഹിറ്റ് 22,813. ഈ 20,920 താഴെ നിൽക്കുന്നിടത്തോളം കാലം 22,813 നിഫ്റ്റി ടെസ്റ്റ് ചെയ്തേ പറ്റൂ. അതാണ് FAയുടെ ടാർഗറ്റ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ സൈൻ ഓഫ് ചെയ്തു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുമുത്തൻ. നമ്മുടെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കുവാനും വാട്ടർഫോളെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കുവാനും ഞങ്ങളെ ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്.